വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചന്റെ തിരുനാളിനോടനുബന്ധിച്ച് രാമപുരത്തിന് നവ്യാനുഭവം സമ്മാനിച്ചുകൊണ്ട് ആദ്യമായി കുഞ്ഞച്ചന്റെ ജന്മഗൃഹത്തിൽ നിന്നും കുഞ്ഞച്ചന്റെ കബറിടത്തിലേക്ക് ആകാശപ്പറവുകളുടെ കൂട്ടുകാരുടെ നേതൃത്വത്തിൽ തീർത്ഥാടന പദയാത്ര നടത്തി. 1891 ഏപ്രിൽ 1 കുഞ്ഞച്ചൻ ജനിച്ച ബാല്യ കൗമാരം പിന്നിട്ട് തേവർപറമ്പിൽ കുടുംബവീടും തന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ പ്രധാന കാലഘട്ടം ചിലവഴിച്ച രാമപുരം ഫൊറോന പള്ളിയും ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ രോഗശയ്യയിൽ കിടന്ന് 1973 ഒക്ടോബർ 1 മരണമടഞ്ഞ തേവർപറമ്പിൽ തറവാടും കുഞ്ഞച്ചൻ അന്ത്യവിശ്രമം കൊള്ളുന്ന രാമപുരം പഴയ പള്ളിയും ബന്ധപ്പെടുത്തിയായിരുന്നു തീർത്ഥാടന പദയാത്ര നടത്തിയത്. പലരുടെയും വീടുകളൊക്കെ നിർമ്മിക്കുന്നതിന്, ഭക്ഷണം അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതിന്, എല്ലാവരുടെയും ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്നതിന്, രോഗങ്ങളിൽ അവരെ സഹായിക്കുന്നതിന്, മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യുന്നതിന്, അവരുടെ കുമ്പസാരം കേൾക്കുന്നതിന്, അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നതിന്, ഇങ്ങനെ ഒരു വൈദിക ജീവിതം 52 വർഷക്കാലത്തെ വൈദിക ജീവിതത്തിൽ അദ്ദേഹം 48 വർഷവും ഈ ഇടവകയിലെ ആളുകൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹനീയത നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വിശുദ്ധമായിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിന്. ജീവിതകാലത്ത് തന്നെ അനേകം അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. പല വിധത്തിലും പലരെയും രോഗശാന്തിക്ക് അദ്ദേഹം സഹായിച്ചു. അതുപോലെ തന്നെ പാടങ്ങളിലൊക്കെ ചാഴികൾ ഉള്ളപ്പോൾ അതിനൊക്കെ വിലക്കുന്നതിന് വേണ്ടി തന്നെ അച്ഛൻ ഇറങ്ങിപ്പോയിരുന്നു, വീടുകളിൽ ചെന്നിരുന്നു. ഇങ്ങനെ ധാരാളം നന്മകൾ ഈ നാട്ടിൽ ചെയ്തു. അങ്ങനെ നന്മയുടേതും കരുണയുടേതുമായ ഒരു വൈദികനായിട്ടാണ് അദ്ദേഹം ഈ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. അച്ഛൻ്റെ തിരുനാൾ, പ്രധാനപ്പെട്ട തിരുനാൾ ഒക്ടോബർ മാസം 16-ാം തീയതിയാണ് ആചരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഒക്ടോബർ 7 മുതൽ പ്രത്യേകമായിട്ടുള്ള നൊവേനയും പ്രാർത്ഥനകളും ഇവിടെ നടത്തുന്നു. ഈ കർമ്മങ്ങളെല്ലാം ആരംഭിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിമന്യ പിതാവുമാർ തോമസ് തറയിൽ പിതാവാണ്. ആർച്ച് ബിഷപ്പ് പിതാവിനോടൊപ്പം തന്നെ പാലാരൂപതയുടെ പിതൃവേദിയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് നരുതൂക്കിൽ അച്ഛനും വിശുദ്ധ കുർബാനയിലുണ്ടായിരുന്നു. ഏതാണ്ട് 2500ഓളം ആളുകൾ പിതാവിൻ്റെ കുർബാനയിൽ വന്ന് പങ്കുചേർന്നു. കരുണയുടെ ഒരു പ്രവാചകനാണ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ എന്ന് അഭിമന്യ പിതാവ് തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. കുഞ്ഞച്ചൻ്റെ ഭവനത്തിൽ നിന്നുള്ള പ്രദക്ഷിണം ഈ കാലത്തിനിടയിൽ ആദ്യമായിട്ട് നടത്തിയതാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ 3 മണിയായപ്പോൾ ഭവനത്തിലെത്തി. കുഞ്ഞച്ചൻ്റെ തിരുസ്വരൂപം അവിടെ കൊണ്ടുപോയിരുന്നു. അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് ഇന്നിപ്പം പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയ ഒരു സംഖ്യ ആളുകൾ, സിസ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാവരും അതിനുവേണ്ടി ഇവിടെ വന്നു ചേർന്നു. ഈ പ്രദക്ഷിണം വളരെ മനോഹരമാക്കി നമ്മുടെ കുഞ്ഞച്ചൻ്റെ പള്ളിയിൽ വന്ന് കയറുകയും ചെയ്തു. അത് കുഞ്ഞച്ചൻ്റെ അനുഗ്രഹങ്ങൾ ഈ പ്രദേശത്തിനെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ല ഒരു കാലാവസ്ഥയിൽ ഇവിടെ ഈ പ്രദർശനം നടത്താൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. കുഞ്ഞച്ചൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാ വിഭാഗം ആളുകൾക്കും ഇനിയും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആകാശപ്പറവുകളുടെ കൂട്ടുകാരും ഇടവക ജനങ്ങളുടെയും വലിയൊരു പങ്കാളിത്തത്തോടെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ജന്മഗൃഹത്തിൽ ഒന്നിച്ചുകൂടിയപ്പോൾ തേവർപറമ്പിൽ കുടുംബാംഗമായ ഫാദർ ജോസഫ് തേവർപറമ്പിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ തിരുസ്വരൂപം വഹിച്ച് സെന്റ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളിയിലേക്ക് നടത്തിയ ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണത്തിന് വികാരി ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത നവ്യാനുഭവം പകർന്ന പ്രദക്ഷിണത്തിൽ വൈസ് പോസ്റ്റുലേറ്റർ ഫാദർ തോമസ് വെട്ടുകാട്ടിൽ, ഫാദർ എബ്രഹാം കുഴിമുള്ളിൽ, ഫാദർ ജോവാനി കുറുവാച്ചിറ, ഫാദർ ടോണി കൊണ്ടകശ്ശേരി, ആകാശപ്പറവുകളുടെ രാമപുരം യൂണിറ്റ് ഡയറക്ടർ സിബി സെബാസ്റ്റ്യൻ, കോർഡിനേറ്റർമാരായ ഷിജോ എമ്മാനുവൽ, ജോർജ് തുണ്ടത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ജനസമൂഹത്തിനിടയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ ഒരു സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസവും ആശ്രയവുമായി തീർന്ന തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അവർക്കായി ബലിയായി തീർത്ത വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റെ ജന്മഗ്രഹത്തിൽ നിന്നും ആദ്യമായി അദ്ദേഹത്തിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിന് നേതൃത്വം വഹിച്ചത് അനാഥരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ആശ്വാസമായി മാറുന്ന ആകാശപ്പറവുകളുടെ കൂട്ടുകാരാണ്. അവരുടെ നേതൃത്വത്തിൽ നടന്ന ആ പ്രദക്ഷിണം ആത്മീയ അനുഭൂതിയുടെ ഒരു വലിയൊരു വിശ്വാസ കാഴ്ചയായിരുന്നു രാമപുരം വിശ്വാസികൾക്ക് അനുഭവപ്പെട്ടത്. സജി ആന്റണി, ഷെക്കീന ന്യൂസ്, കോട്ടയം.